നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ്. ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഒരിക്കൽ കൂടി റംസാൻ ആശംസകൾ നേർന്നുകൊണ്ട് ബഹുമാന്യ, ഇന്നിപ്പോൾ ഒരു വാർത്ത കേട്ടില്ലേ? തെലങ്കാന മുഖ്യമന്ത്രിയെ വിമർശിച്ചതിൻ്റെ പേരിൽ, രേവന്ത് റെഡ്ഡി വിമർശിച്ചതിൻ്റെ പേരിൽ ഒരു പത്രപ്രവർത്തകയെ വീട് വളഞ്ഞിട്ട് ആക്രമിച്ച് അറസ്റ്റ് ചെയ്തു. എന്താണ് ജനാധിപത്യം? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയോ? ഇപ്പോൾ ജനാധിപത്യം ഒട്ടുമില്ലേ? ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണകൂടത്തെയോ ഭരണകൂട മുഖ്യന്മാരെയോ അല്ലെങ്കിൽ പ്രധാനികളെയോ വിമർശിക്കാൻ പാടില്ലെന്നുണ്ടോ? ആര് പറഞ്ഞു എന്ന് നോക്കരുത്, എന്ത് പറഞ്ഞു നോക്കണത്. പറഞ്ഞാൾ എന്താ പറഞ്ഞത്? രാജ്യദ്രോഹ കുറ്റാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപമാണെങ്കിലും ശ്രദ്ധിക്കാം. ഇത് വിമർശിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അത് ആന്ധ്ര മുഖ്യമന്ത്രിയില്ല, നമ്മുടെ കേരളത്തിലുണ്ട്, മറ്റേ തമിഴ്നാട്, മറ്റേ ഇപ്പോൾ കേന്ദ്രത്തിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം നിൽക്കട്ടെ. ഏതായാലും അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമാണ് ഈ വർഷം ജൂൺ 25-ാം തീയതി. അതിനു മുൻപ് 1959 തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്റിനെ സസ്പെൻഡ് ചെയ്തു. ഈ രണ്ട് സംഭവങ്ങളും ജനാധിപത്യപരമല്ലാത്തതിൻ്റെ പേരിൽ, ആ രണ്ട് സംഭവങ്ങളുടെ പേരിലും ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും എൻ്റെ ഗ്രൂപ്പും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഖേദം അറിയിക്കുകയാണ്. നേരെ വച്ചത് വച്ചാ. അതുപോലെ ഇത്തവണ കേരളത്തിൽ UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ അതിന് ഏക കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായിരിക്കും. അതൊരു കടന്ന പ്രയോഗമാണെന്നറിയാം, പക്ഷേ പറയാതിരിക്കാൻ പറ്റുക. കുട്ടികൾക്ക് പനി വന്നാൽ കരച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ പനി മാറില്ല. അതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറയാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ആ മുസ്ലിം എന്ന വാക്ക് അവരെ പാർട്ടിയിൽ ഉപയോഗിക്കുന്നുണ്ട്. മുസ്ലിം എന്ന വാക്കുള്ള ഒരു പാർട്ടി മുഖ്യമന്ത്രിയാകാനോ ഉപമുഖ്യമന്ത്രിയാകാനോ കേരളത്തിലെ ഒരു ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. തന്നെയുമല്ല, മുസ്ലിം ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ ഇനി കേരളത്തിലെ ഒരു ഭരണം വരാൻ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ചില ഗ്രൂപ്പുകളും ഇസ്രായേലിൻ്റെ കാസയൊക്കെ വളരെ ആഴത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഒരു പരിധി വരെ വിജയിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവർ ആ മുസ്ലിം എന്ന വാക്ക് എത്രയും പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ മാറ്റി ഒരു ദേശീയ കാഴ്ചപ്പാട് ഉണ്ടാക്കിയാൽ അവർക്കും നല്ലത്, സമുദായത്തിന് നല്ലത്, രാജ്യത്തിന് നല്ലത്. ഇനി എങ്ങനെയാണ് ഇത്തവണ UDF വരാൻ സാധ്യത കുറവെന്ന് ഞാൻ ഈ പറയുന്ന കാരണങ്ങൾക്ക് പുറമെ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർത്ത് കോൺഗ്രസ് മുന്നണിയും BJP മുന്നണിയും മാത്രം ആണ് ശ്രമിച്ചത് BJP. പക്ഷേ കമ്മ്യൂണിസ്റ്റ് മുന്നണിയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ളത് അത്ര ഈസി അല്ല. ഏതാണ്ട് സെമി കേഡർ പാർട്ടി തന്നെയാണ്. അപ്പോൾ അവർ ഐഡിയ മാറ്റി. വർഷങ്ങൾ മുമ്പുള്ളതാണ്, ഇന്നൊന്നിലല്ല, വർഷം മുമ്പ്. ഐഡിയ എന്താ അറിയോ? UDFനെ, അതായത് കോൺഗ്രസിനെ തകർക്കുക, തദ്വാര UDF തകർക്കുക. അപ്പോൾ BJP നയിക്കുന്ന ഒരു മുന്നണിയും CPM നയിക്കുന്ന ഒരു മുന്നണിയും, അങ്ങനെ അടുത്ത ഭരണം CPMനെ ഏൽപ്പിക്കുക. അതോടുകൂടി ആ അധ്യായം തീരും. അപ്പോൾ ഏതാണ്ട് ഏകപക്ഷീയമായിട്ട് BJP അല്ലെങ്കിൽ BJP മുന്നണിക്ക് ഭരിക്കാം. ഇത് കടക്കൊള്ളുന്ന അത്ര തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം 35 സീറ്റ് കിട്ടി ഞങ്ങൾ ഭരിക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞപ്പോഴും പലരും സുരേന്ദ്രനെ മണ്ടനാക്കി പൂച്ഛിച്ചു തള്ളി. അവിടെ എന്താ തെറ്റ്? 3 ഭാഗമായാൽ 140 3 ഭാഗമാക്കിയാൽ എത്രയാണ്? 3 4 12 7 21 47 സീറ്റാണ് ആവറേജ്. 47 തികയില്ല, പക്ഷെ 40 കൂട്ട്. അപ്പോൾ 47 സീറ്റ് കിട്ടുന്ന ആൾക്ക് ഭരിക്കാൻ 46 പറ്റും.
അപ്പോൾ അങ്ങനെ 47 സ്ഥാനത്ത് ഒരു സീറ്റ് കൂട്ടി 48 കൂട്ടിയോ, 40 കിട്ടിയാൾക്ക് ഭരിക്കാം. അതിൽ 35 സീറ്റ് കിട്ടിയാൽ പിന്നെ 48 എത്രയുണ്ട്? 13 സീറ്റ് കുറവുള്ളൂ. ഈ 13 സീറ്റ് കോൺഗ്രസ് നടത്തിയെടുക്കാം. അതാണ് ഇത് സുരേന്ദ്രൻ്റെ ബുദ്ധിയല്ല, ഇത് ബുദ്ധിയുള്ള സംഘപരിവാറിൻ്റെയും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെയൊക്കെ നേതാക്കൾ പറഞ്ഞാണത്. സുരേന്ദ്രൻ അത് എടുത്ത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അത് മാത്രം ബുദ്ധിയുള്ള സുരേന്ദ്രൻ നമുക്കറിയാമല്ലോ. അതുപോലെ കമ്മ്യൂണിസ്റ്റ് ബി ജെ പിയുടെ മുന്നണിയുടെ അല്ലെങ്കിൽ BJP സംഘപരിവാറിൻ്റെ കണക്കുകൾ തെറ്റു പറയാൻ പറ്റില്ല. അതിന് അവർ കണ്ട ചില കുറുക്ക് വഴികൾ, ഈ ബെടുക്കാക്കി തരിക്കാക്കാതെ പണ്ട് EMS പറഞ്ഞ പോലെ, അതിന് മറുവശമാണ് നന്നാക്കി നമുക്കാക്കാവുന്നത്. രണ്ടുമുണ്ട്. ബെടുക്കാക്കിയിട്ട് നമുക്കാക്കുന്ന തന്നിലാക്കുന്ന പോലെ തന്നെ നന്നാക്കി കൂടെ നിർത്താറുണ്ട്. അപ്പോൾ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി സപ്പോർട്ട് ചെയ്യാം, നന്നാക്കുക, LDF സപ്പോർട്ട് ചെയ്യാം. ആ സപ്പോർട്ട് എങ്ങനെ ചെയ്തത്? 140 സീറ്റ്, 140 സീറ്റിൽ ഒരു 30ഓളം സീറ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത്ര പ്രാധാന്യമുള്ള സീറ്റല്ല, പിന്നെ ജയിക്കാൻ ഒരിക്കലും സാധ്യമില്ലാത്ത സീറ്റാണ്. അവിടെ മാർക്സിസ്റ്റ് പാർട്ടി കുറേ വോട്ടുകളുണ്ട്, അവിടെ BJP വോട്ടുകളുണ്ട്. ആ 30 സീറ്റിൽ മാർക്സിസ്റ്റ് പാർട്ടി അടവ് നയം എന്ന നിലക്ക് BJPക്ക് വോട്ട് ചെയ്യാം. അപ്പോൾ 140, 30, 110 സീറ്റില്ലേ ഭരിക്കാൻ 71 സീറ്റ് മതിയല്ലോ. ബാക്കി 130 സീറ്റിൽ 110 സീറ്റിൽ കുറച്ച് വോട്ട് CPM സപ്പോർട്ട് ചെയ്യും. അതെങ്ങനെയാണ്? ഒരു പരസ്യമായിട്ടില്ല, അന്ന് ഒരു അടിയൊഴുക്ക് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പറയും, അടവ് നയം. ഒരു ബൂത്ത് ഒരു 500, 600, 1000 ബൂത്തുണ്ട് വിചാരിക്കും ഒരു വാർഡിൽ. 1000 ബൂത്തിൽ അവിടെ സെക്രട്ടറിയും പ്രസിഡന്റും മാത്രം, അല്ലെങ്കിൽ ട്രഷറി 3 വോട്ട് മാറുള്ളൂ. എല്ലാവരും പറഞ്ഞാൽ മോശമല്ലേ? അപ്പോൾ 1000, 3, 3000 ഇല്ലേ? 1000-നും അതായത് 500-നും 2000 അടുക്ക് ജയിക്കുന്ന 60ഓളം സീറ്റാണ് കേരളത്തിലുള്ളത്. അപ്പോൾ 500 മുതൽ 2000 പകുതി എത്താണ്? 251 മുതൽ 1001 വോട്ട് മാറിയാൽ 60ഓളം സീറ്റ് ജയിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു 1000 വോട്ട് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 500 വോട്ട് മാറിക്കഴിഞ്ഞാൽ തോൽക്കാവുന്ന സീറ്റ് 60ഓളം സീറ്റുകളുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമാണ്. ഇതിൽ വേറൊരു ഘടകം എന്ന് വെച്ചാൽ ഈ മുസ്ലിം വിരോധമാണ് മെയിനായിട്ട് സംഘപരിവാറിനുള്ളത്. അവരുടെ ബേസ് അതാണ്. പിന്നെ ക്രിസ്ത്യൻ വിരോധം, പിന്നെ കമ്മ്യൂണിസ്റ്റ് വിരോധം, ഇത് രണ്ടും അപ്രസക്തമല്ല, അപ്രസക്തമാണ്. ക്രിസ്ത്യൻ വിരോധം എന്ത് കാര്യം? 2% ആകെയുള്ള ക്രിസ്ത്യൻ സമുദായത്തെ എതിർത്തിട്ട് സംഘപരിവാർ ഇവിടെ എന്ത് നേടാനാണ്? അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം കഴിഞ്ഞപ്പോൾ പിന്നെ തീവണ്ടി സ്റ്റേഷനിൽ മാത്രം കൊടിയുള്ളത് പണ്ട് ആരോ പറഞ്ഞ പോലെ കേരളം കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പോകാൻ വിഷയമല്ല. പിന്നെ ആകെ കൂടി എതിർക്കേണ്ട ഒരു പ്രധാന ഘടകം എന്നുള്ളത് മുസ്ലിങ്ങളാണ്. അവിടെ 20% അത് ദേശീയ ജനതയാണ്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുമുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ഒരു പഞ്ചായത്തിൽ മുസ്ലിങ്ങളില്ലാത്ത ഒറ്റ ഒരു വാർഡുണ്ട്. അതുപോലെ ബാക്കി എല്ലാ സ്ഥലത്തും മുസ്ലിങ്ങളില്ലാത്ത സ്ഥലം ഇല്ലാത്തതെന്ന് നോക്കാം ഇല്ല. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഈ വരുന്ന ഇലക്ഷനിലും ഇനി തുടർന്ന് കുറേ നടക്കുന്ന ഇലക്ഷനിലും കഴിഞ്ഞ കുറേ ഇലക്ഷനിലെല്ലാം അവർ തീരുമാനം എടുത്തു വെച്ചാൽ BJP വരാതിരിക്കാൻ വേണ്ടി UDFനെ പരമാവധി വോട്ട് ചെയ്ത് സഹായിച്ച് നിർത്തുക. അത് UDFയുടെ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, മറ്റ് വഴിയില്ലാതെ വരുന്ന മുസ്ലിങ്ങൾക്ക് ഇതാരും മാർഗമുള്ളൂ. അത് മനസ്സിലാക്കി ആര് മനസ്സിലാക്കി? ഈ കേരളത്തിലെ BJPക്കാരും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും. ഇനി കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏതാണ്ട് 40% മുസ്ലിങ്ങളുണ്ടെന്നാണ് RSS പറയുന്നത്. 40% മുസ്ലിങ്ങളുടെ കേരള രാഷ്ട്രീയത്തിൽ അതിൽ ഏതാണ്ട് 10% കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ. അപ്പോൾ ബാക്കി 90% ആർക്കാണ്? മുസ്ലിങ്ങൾ 90% പിന്നെ മുസ്ലിങ്ങൾക്ക് UDFനാണ്. അതിൽ 3-1 മാത്രമാണ് മാക്സിമം ലീഗിനുള്ളത്. എന്ന് പറഞ്ഞാൽ 2 ഭാഗം പുറത്ത് വെക്കാണ്. അവർ വോട്ട് കിട്ടിയാണ് ഇത്രയും കാലം ഈ അന്തോണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രിയായത്. അപ്പോൾ മുസ്ലിങ്ങൾ തീരുമാനിച്ചെന്നാൽ കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടല്ല, നിൽക്കക്കള്ളിയില്ലാതെ ആത്മരക്ഷാർത്ഥം ചെയ്ത തീരുമാനമാണ് UDF തകർക്കാതിരിക്കുന്നത്. പക്ഷെ അങ്ങനെ UDF തകർക്കാതിരിക്കാൻ വേണ്ടി 40% വരുന്ന മുസ്ലിം സമുദായം ബ്ലോക്കായിട്ട് ഈ കോൺഗ്രസ് കള്ളന്മാർക്ക് വോട്ട് ചെയ്തിട്ട് അവർ ഒരു പരിഗണനയും കൊടുക്കുന്നില്ല കേരളത്തിൽ മുസ്ലിങ്ങൾക്ക്. ലീഗിന് എന്തോ നക്കാപ്പിച്ച് കൊടുക്കും, ബാക്കി എന്താ കൊടുക്കുന്നുള്ളേ?
അത് ഞാൻ ഇന്നലെ മുഴുവൻ കണക്ക് പറഞ്ഞു, ക്ഷമിക്കണം, പക്ഷെ അത് സേവ് ചെയ്യാൻ പറ്റാതെ അത് നഷ്ടപ്പെട്ടു പോയി. എനിക്ക് സങ്കടം വന്നുപോയി. അത്ര സ്മൂത്തായിട്ട് പറഞ്ഞാൽ അത് ഇത് ഒഴുക്ക് എപ്പോഴും കിട്ടുന്നില്ല. അതുകൊണ്ട് ചില ആവർത്തനം വരെ നിങ്ങൾ ക്ഷമിക്കണം. എന്ത് കൊടുക്കുന്നുണ്ട്? എല്ലാം നേടി എന്ന് ഇവിടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ പറഞ്ഞത് മുസ്ലിങ്ങളും എല്ലാം കൊണ്ടുപോയി. എവിടെയോ എന്താ കൊണ്ടുപോയേക്കണത്? ഇന്ന് പ്രത്യേകിച്ച് സിറ്റിയുടെ ചില റോഡ് വക്കത്ത് മുസ്ലിങ്ങളൊരു കുഴപ്പമില്ല, റോഡ് വക്കത്ത് പൈസ പണിഞ്ഞാൽ ഒരു പള്ളി പണിയും 5-6 സെൻറ്റിൽ. അത് ക്രിസ്ത്യൻ സമുദായമല്ല. ആ 5-6 സെൻറ്റ് വഴി വാങ്ങിച്ചിട്ട് ബാക്കി ഒരു 10-1 വിലക്ക് പുറകിൽ 2-3 ഏക്കർ വയ്ക്കും. അവിടെയാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം. ഇവിടെ നോക്കുമ്പോൾ എന്താണ്, ഒരു ചെറിയ ബോട്ട് കാണുള്ളൂ. അതാണ് റോഡ് 45 മീറ്റർ ആക്കാം, 60 മീറ്റർ ആക്കാം എന്ന് പറയുമ്പോൾ 4000-ഓളം പള്ളികൾ പോകും. റോഡ് വക്കത്തായിട്ട് വെച്ചിരിക്കുന്നില്ല. ക്രിസ്ത്യൻ സമുദായമില്ല. അവർക്ക് ഉപദേശിക്കുന്ന സമയക്കാരും സാഹിബ്മാരൊക്കെ ഉണ്ട്, ബുദ്ധിജീവികളുണ്ട്, അവർ തന്നെ ബുദ്ധിജീവികളുണ്ട്. പക്ഷെ അപ്പോൾ അവർ നല്ല പുറകിലെ സ്ഥലം നിസ്സാര വിലക്ക് വാങ്ങിക്കും, എന്നിട്ട് ഫ്രണ്ട് ഇരട്ടി വില കൊടുത്ത് വാങ്ങിക്കും. അപ്പോൾ പിന്നെ ഒത്തനായില്ലേ? അങ്ങനെയാണ് ചെയ്തത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സമുദായത്തിൽ എന്താണ് നിങ്ങൾ കൊടുത്തുള്ളത്? ജോലിയിൽ അവർക്ക് എത്ര ശതമാനമുണ്ട്? ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് 4 പോലും ഇല്ല. അപ്പോൾ 40% മുസ്ലിങ്ങളുണ്ടെങ്കിൽ 40% കിട്ടണ്ടേ? അത് ആകെ ഇപ്പോൾ കിട്ടുന്നത് 10%. 12% റിസർവേഷൻ ഉള്ളു, അതുപോലും മുഴുവൻ കിട്ടുന്നില്ല. ബാക്കി എല്ലാവർക്കും ഉണ്ട്. പിന്നെ സ്ഥാനമാനങ്ങൾ എവിടെയാണ്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അല്ലെ കേരളത്തിലെ കാര്യം തന്നെ പറയാം. ഡൽഹി ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ പോയാൽ പറ്റില്ല. കേരളത്തിലെ കാര്യത്തിൽ അപ്പോൾ ഈ 10% വോട്ടാണ് മുസ്ലിങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ളത്. അതിൽ അറബിക് സർവകലാശാലയുടെ വിഷയം വന്നോട് 2% മുസ്ലിങ്ങൾ, പിന്നെ നമ്മുടെ മരുമകൻ്റെ കേസ്, പിണറായിയുടെ മരുമകൻ്റെ കേസ്, അത് വന്നിട്ട് 2% മുസ്ലിങ്ങൾ LDFന് അനുകൂലമായി. അതിപ്പോൾ അങ്ങനെ അനുകൂലമായപ്പോൾ ആണ് 99 സീറ്റ് അവർക്ക് കിട്ടിയത്, LDFന് കിട്ടിയത്. അത് ഞാൻ പറയാം, അതിൽ 60ഓളം സീറ്റ് 500ഉം 2000 ജയിക്കുന്നത്. ആ 2% മാറ്റിയ വ്യത്യാസമാണ്. പക്ഷെ അത് കിട്ടിയതിന് ശേഷം പിന്നെ അവർക്ക് നിൽക്കക്കള്ളിയില്ലാതെ അവർ ബാബരി മസ്ജിദ് ഇഷ്യൂവിന് വേണ്ടി സമരം ചെയ്തു, ഫലസ്തീൻ സമരം ചെയ്തു, പിന്നെ സിറ്റിസൺഷിപ്പ് സമരം ചെയ്തു. ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ ചെയ്തൊരു താത്വികമായിട്ടുള്ള സമരമല്ല, അല്ല നേരിട്ടും സമുദായത്തിൽ നിന്ന് കിട്ടുന്നത്. അതെല്ലാം സമുദായ പ്രീണനമാണ് എന്ന് ഇവിടെ സംഘപരിവാറും ഇവിടെ ക്രിസ്ത്യൻകളും ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞ് അവസരം കുറച്ച് വിഭാഗം വോട്ട് അങ്ങോട്ട് പോയി. അവർ തിരിച്ചെടുക്കാൻ വേണ്ടി മുസ്ലിം വിരോധം കാണിച്ചു. ആ മുസ്ലിം വിരോധം കാണിക്കുകയല്ല, തികച്ചും അന്ധമായ മുസ്ലിം വിരോധം കാണിച്ചു. പ്രത്യേകം മലപ്പുറത്തെ പിണറായി സഖാവിൻ്റെ പ്രസ്താവനയും മറ്റ് സസ്പെൻഷനൊക്കെ വെക്കുക. അങ്ങനെ നോക്കിയപ്പോൾ എന്താ ചെയ്യുന്നത്, ഒരു 2-3% വോട്ട് ഒരു പോയി. അപ്പോൾ ഏതാണ്ട് 7% വോട്ട് അടുത്താണ് ഇപ്പോൾ മുസ്ലിങ്ങൾ കിട്ടുന്നത്. ഈ 7% വോട്ട് പോയാലും വേണ്ടില്ല, നമുക്ക് BJPയുടെ സപ്പോർട്ട് ചെയ്യണം. ഇവിടെ ഇപ്പോൾ LDF വരില്ല എന്ന് ഇവിടെ കോൺഗ്രസ്സുകാർ തുണി പൊക്കി പിടിച്ച് നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി മല്ലെടുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, കോൺഗ്രസ്സുകാരെ, കേന്ദ്ര ഗവൺമെൻറ് പിണറായി സഖാവിന് രഹസ്യമായിട്ട് ഉള്ളുകൊണ്ട് ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു പിച്ചലാട്ട് ഇവിടെ LDF പിണറായി സഖാവിനെടുത്ത് നടക്കില്ല. ഇപ്പം നോക്ക്, സീത ആ പെണ്ണുമുള്ള ധനകാര്യമന്ത്രി, നമ്മുടെ കേരള ഗവർണർ, നമ്മുടെ PV തോമസ്, നമ്മുടെ മുഖ്യമന്ത്രി കേരള ഹൗസിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ വലിയ അർത്ഥതലങ്ങളുടെ ചർച്ചയാണ്. സാധാരണ മുഖ്യമന്ത്രിയൊക്കെ മന്ത്രിമാരെ പ്രധാനമന്ത്രിയൊക്കെ അങ്ങോട്ട് ചെന്ന് കാണണം. ഇത് നമ്മുടെ ആ പെണ്ണുമുള്ള സീത അവർ നേരെ കേരള ഹൗസിൽ ഒന്നാണ് സംസാരിക്കുക. അതിൽ തോമസ് മാഷുണ്ട്. തോമസ് മാഷ് അന്നും ഇന്നും കുറേ വർഷങ്ങളായിട്ട് സംഘപരിവാർ അനുഭാവിയാണ്. അദ്ദേഹത്തിൻ്റെ നോമിനിയാണ്. അദ്ദേഹത്തിന് കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അവസാനം BJP നേരിട്ട് നിങ്ങൾ വരണ്ട, കോൺഗ്രസ്സിൽ പോയി കമ്മ്യൂണിസ്റ്റ് നിൽക്കാൻ മതി. അപ്പോൾ കമ്മ്യൂണിസ്റ്റും BJPയും തമ്മിലുള്ള ഒരു അടവ് നയത്തിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് തോമസ് മാഷ്. അതിനേക്കാൾ ഉപരിയായിട്ട് നേരത്തെ ഉപയോഗിച്ച് പിന്നെ പിണറായി സഖാവ് ഉപയോഗിച്ച ആളെ നമ്മൾ ജോൺ ബ്രിട്ടാസിനെ, അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആരാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ല, പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നല്ല പറയുന്നത്, ഈ പത്രപ്രവർത്തകരല്ലോ, പത്രത്തിൻ്റെ ഇതുണ്ട്, എല്ലാ ഇതുള്ളത് അതിൻ്റെ ആളാണ്. അതിൻ്റെ അങ്ങനെ വെച്ചതിൻ്റെ പേരിൽ എന്തുകൊണ്ടാണ് പിണറായി സഖാവ് ഈ ബ്രിട്ടാസിനെ വെച്ചത്?
ഒരു മുസ്ലിമെ വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിം വെച്ച് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കേന്ദ്രത്തിൽ ഒരു അകൽച്ചയുണ്ട്, ചില ബുദ്ധിമുട്ടാവും. പിന്നെ അവർ സഖാക്കളെ വെച്ച് കഴിഞ്ഞാൽ സഖാക്കൾ ഇവിടെ ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞ് ഇവിടെ BW മന്ത്രിക്ക് ചെയ്തപ്പോൾ ഇബ്രാഹിം കുഞ്ഞിൻ്റെ ആളെല്ലാം ചില കളക്ഷനൊക്കെ വെച്ച് വേറെ പുറത്ത് ആളെ വെച്ച് പാർട്ടി ആളെ വെച്ച് വീതം കൊടുക്കേണ്ടി വരും. അങ്ങനെ വന്നപ്പോൾ പിണറായി സഖാവിൻ്റെ കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ അത് എല്ലാം പുറത്താവും. അപ്പോൾ ജോൺ ബ്രിട്ടാസ് എന്നൊരു ക്രിസ്ത്യാനിയും എന്ന അരാഷ്ട്രീയവാദിയാണ്, രാഷ്ട്രീയക്കാരനുമല്ല കാര്യമായിട്ട്. അപ്പോൾ അങ്ങനത്തെ മൂന്നാം നിർത്തിക്കഴിഞ്ഞാൽ ഈ പിണറായി സഖാവിൻ്റെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നല്ല എന്ന് പറഞ്ഞല്ലോ, പ്രസ് സെക്രട്ടറി നല്ല പറയുന്നത് അത് അതായത് പിന്നെ മാധ്യമ ഉപദേഷ്ടാവ്, അതല്ലേ ചില വാക്കുകൾ ഉപദേഷ്ടാവ് എന്നതിൽ വച്ചിട്ട് ഇദ്ദേഹവും പ്രധാനമന്ത്രിയുടെ PM തമ്മിലാണ് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ധാരണ എത്തും. അപ്പോൾ ആരും അറിയില്ല, ചർച്ച പോലെ രഹസ്യമല്ലേ. അത് കഴിഞ്ഞ് എല്ലാം തീരുമാനം എത്തിയതിന് ശേഷമാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കാണും ഒരു ചർച്ചയില്ല, ഒരു കൈ കൊടുത്തു പോരും ഒന്നും ഇകത്തുള്ളൂ ഒന്നുമില്ല. ചർച്ച നേരത്തെ കഴിഞ്ഞ് അഡ്ജസ്റ്റ്മെൻറ്റ്, ആ അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ പോരായി തോന്നിയപ്പോഴാണ് KV തോമസ് മാസ്റ്റർ കുറച്ചുകൂടി എടുത്തത്. കാരണം KV തോമസ് അത് സംഘപരിവാറിട്ട് അത്ര അടുപ്പമുണ്ട്. KV തോമസ് മാസ്റ്റല്ല നമ്മുടെ പിന്നെ തിരുവല്ലക്കാരൻ മന്ത്രി ഉണ്ടല്ലോ, അവരൊക്കെ അടുപ്പമുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് KV തോമസ് മാസ്റ്റർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയത്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഒരു നോമിനിയായിട്ട് റെസിഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ബിസിനസ്സുകാർ, അതായത് റെസിഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് വീട്ടിൽ നിന്നുകൊണ്ടുള്ള പ്രതിനിധി, അല്ല പുറത്തല്ല, അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ KV തോമസ്. അത് അഡ്ജസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വോട്ട് കിട്ടൂല എന്ന് മനസ്സിലായി. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആത്മാർത്ഥമായിട്ടും രഹസ്യമായിട്ടും പിണറായി സഖാവിനെ സപ്പോർട്ടുള്ളതുകൊണ്ട് ഇവിടെ UDFിലെ ഒരുവിധം പിച്ചലാട്ടവും അല്ലെങ്കിൽ അവർ പാർട്ടി തന്നെ വിമത പിച്ചലാട്ടവും നടക്കാൻ പോകുന്നില്ല. അതിൻ്റെ കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ വന്നാൽ അവർ തന്നെ LDF തന്നെ ഒരു ടേം കൂടി ഭരണത്തിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് UDFിന് മനസ്സിലാകുന്നില്ല, മുസ്ലിം ലീഗിന് മനസ്സിലാകുന്നില്ല. അവിടെ ഞാൻ വീണ്ടും പറഞ്ഞു, അതിലൊക്കെ കാരണം ഈ മുസ്ലിം ലീഗ് ഒരൊറ്റ പാർട്ടിയാണ്. അവർ ചെയ്യല ചെയ്യിക്കല, തിന്നല തീറ്റിക്കല. അപ്പോൾ ഞാൻ നിങ്ങൾ ഒന്നുമില്ല മുന്നണി വിട്ടുപോകും, UDF വിട്ടുപോകും, ഇവിടെ പോകും, അല്ലെങ്കിൽ നിങ്ങളെ പേരൊന്നും മാറ്റ്. ഇത് പറയാൻ കോൺഗ്രസ് നട്ടില്ല, ഒരു നേതാവുമില്ല കോൺഗ്രസ്സിൽ. അത് പറയണ്ടേ? പണ്ട് ഷിഹാബ് നിങ്ങളെ ഭയമായിരുന്നു, ഇതിപ്പോൾ കുറച്ച് നേതാവാണ്. ഇതിപ്പോൾ ആൾ ഒരു ജൂനിയറല്ലേ, കാര്യം മറ്റേ രഹസ്യമാണ് പറഞ്ഞാൽ എന്താ ഇങ്ങനെയാണ് കുഞ്ഞാക്ക കാര്യം, ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളൊന്നുമില്ല ആ പേര് മാറ്റി, അല്ലെങ്കിൽ നിങ്ങൾ മുന്നണി വിട്ടുപോകും. ലീഗിനെ കൂടെ നിർത്തിക്കൊണ്ട് ഭരണം കിട്ടും ഉറപ്പുമില്ല. അപ്പോൾ എന്താ വേണ്ടത്? ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാർ ചെയ്യേണ്ട മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം പേര് മാറ്റി തല ഉയർത്തി നിൽക്കവർ. ഞാൻ പറയും മുസ്ലിം ഇത് വാക്കിന് ഒരു കുഴപ്പമില്ല, ആ മതത്തിന് ഒരു കുഴപ്പമില്ല. ലോകത്തുള്ള ഏതൊരു മതത്തേക്കാൾ ഒരുപടി മുന്നിലില്ലാതെ ഒരുപടി പിന്നിലേക്ക് അതിൻ്റെ ആശയം ആദർശം ഒന്നുമില്ല. അവിടെ അല്ലേ വിഷയം. ഇത് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ നിങ്ങൾ ആ പേര് ഒഴിവാക്കണം. അല്ല ഒരിക്കലും മുസ്ലിം മോശമാണെന്ന് മുസ്ലിം പറ്റില്ലാത്തല്ലോ പറഞ്ഞു, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അത് ഭൗതികമാണ്, ആത്മീയമല്ലല്ലോ. ആത്മീയത്തിൽ നിങ്ങൾ മുസ്ലിം ഉപയോഗിച്ചോ ഒരു തെറ്റുമില്ല. രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഭൗതികത്തിൽ വരുമ്പോൾ പേര് ഉപയോഗിക്കില്ല. അത് ചെയ്യില്ല. മുസ്ലിം ലീഗ് നശിച്ച് തീരെ ഇല്ലാതാവുന്നവർ എന്നാലും അവർ മാറ്റില്ല, കാരണം ബുദ്ധി വേണമല്ലോ. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ആണ് ഇവിടെ ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടി തടസ്സം ഉണ്ടാക്കുന്നത്. ഈ മുഖ്യം തടസ്സം ഉണ്ടാക്കും. ഇപ്പോൾ ആളാരാണ്? ഇപ്പോൾ പിന്നെ ആന്റണി സാറല്ലേ ആൾ ദൈവം, രാഷ്ട്രീയ ആൾ ദൈവം, മറ്റ് ആത്മീയ ആൾ ദൈവം. അമ്മയൊക്കെ ആത്മീയ ആൾ ദൈവമാണ്. ഇത് രാഷ്ട്രീയ ആൾ ദൈവമായിരുന്നു ഈ പറഞ്ഞ ഈ മണ്ടൻ ശിരോമണി ആന്റണി. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഈ ആന്റണി ചാരായ നിരോധനമാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്ന ഈ എല്ലാ ആൾക്കാരും ഈ ലഹരിയുടെയൊക്കെ കാരണം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് 35-6 രൂപയ്ക്ക് കിട്ടിക്കുന്ന ഒരു കുപ്പി ചാരായത്തിന് അത് നിരോധിച്ചതിൻ്റെ പേരിൽ കളർ ചേർത്ത് ബാറി കൊടുത്ത് 360 രൂപയ്ക്ക്. അതാണ് 120 രൂപ കൂലി ഉണ്ടായത്, 500 പിന്നെ 1500 ആയത്. അതിന് നേട്ടം കിട്ടിയും കൂടെ ഒരുവിധം അബ്കാരികൾക്ക് മാത്രം. അതിൽ 90% ആൻ്റെ ആൾക്കാർ, എന്നുവെച്ചാൽ ആ സമുദായക്കാർ, സഭാക്കാർ. പിന്നെ നമ്മളിപ്പോൾ രണ്ടാമത് മുഖ്യമന്ത്രിയായിട്ട് പറയുന്ന ഒരാളുണ്ട്, വി എം സുധീരൻ. ബാർ ഷോപ്പ് നിരോധിച്ച് അപ്പോഴാണ് 90 മാറി 250 280 ആയത്. പിന്നെ മദ്യം. അങ്ങനെ 2-3 ഘടകങ്ങളുണ്ട്. തന്നെയല്ല ഈ മുഖ്യമന്ത്രി ആയിക്കൊള്ളാമെന്ന് ഒരിക്കൽ കൂടി ആഗ്രഹമുണ്ട് നമ്മുടെ ആന്റണിക്ക്. അതുകൊണ്ട് ആന്റണിയാണ് ഈ കുത്തിയിട്ടുണ്ടാക്കുന്നത് മെയിൻ ആളെന്നൊരു ചർച്ച പറയുന്നുണ്ട്. ഒരു കാര്യം ശരിയാണ്, ആന്റണി ആദ്യമായിട്ട് എന്താ ചെയ്തത്? മകന് അമേരിക്കയിലേക്ക് കോടിക്കണക്കിന് മുടക്കുള്ള കമ്പനികളുണ്ടെന്നാണ് IT സ്ഥാപനങ്ങൾക്ക്.
അപ്പോൾ ഈ പൈസ കൊടുത്ത് കിട്ടി രാജ്യരക്ഷ വകുപ്പായിരുന്നു. തൊട്ടാൽ പണം കിട്ടുന്നതാണ് ചോദ്യമില്ല, ഇത് മറ്റേ സ്ഥലത്തോ ചോദിക്കില്ല. അങ്ങനെ കോടികളിലും തരുന്നത് അത് കണ്ട് കേസ് പിടിച്ച് അകത്താക്കുമെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം ദൈവം രാഷ്ട്രീയ ദൈവം കീഴടങ്ങിക്കൊണ്ട് സംഘപരിവാർ പറഞ്ഞ് മകൻ ഞാൻ വിട്ടെന്നേക്കാം, നേർച്ച കൂടെ വിട്ടെന്നേക്കാം. പക്ഷെ പാവം അതുകൊണ്ട് ഒരു ഗുണമില്ലാതെ പോയി, അതൊരു ഗുണമില്ലാത്ത പാഴ്വസ്തുവായത് മകൻ. അങ്ങനെ നടത്തി ആൾക്ക് മുഖ്യമന്ത്രിയാക്കുള്ളത് ആഗ്രഹമുണ്ട്. ചിലർ ഉള്ളാൽ കോൺഗ്രസ് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് സുധീരനായിക്കൊള്ളാന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ നോക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി സുധീറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നത്, ഈ ആന്റണിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നത്. സുധീറിൻ്റെ സമുദായം സമുദായം 7 വിഭാഗം 20% ഉണ്ട്. ഓക്കെ, അതിൽ 2.5% വോട്ടാണ് കിട്ടുന്നുള്ളൂ UDF-ന്. ബാക്കി 82 പോയിട്ട് 97% വോട്ടും പോകുന്നത് LDF-ലേക്കാണ്. അതൊന്നും രാഹുൽ മനസ്സിലാക്കണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ കുത്തിരിപ്പുണ്ടാക്കി ഭരണം LDF കൊടുക്കണമെന്നാണ് ഇവിടെയൊക്കെ ആഗ്രഹം. അതൊരു പ്രധാന കാരണം. ഞാൻ ഇതൊരു മനഃശാസ്ത്ര ഗ്രൂപ്പാണ്. പ്രധാന കാരണം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടത്തിയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് താഴെ ഇറക്കിയപ്പോൾ അവർക്ക് വലിയ ലക്ഷ്യമുണ്ടായത്, എയിമുണ്ടായത്. എന്താണ്? കോൺഗ്രസ് താഴെ ഇറക്കാന്നുള്ളത്. ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. ആ ഒരു ആത്മാർത്ഥത ഇപ്പോൾ BJP ഇറക്കാൻ ഈ കോൺഗ്രസ് മുന്നണിയിലോ കോൺഗ്രസിനോ ഇല്ലെന്ന്. അതിൽ പലർക്കും അങ്ങനെ ആത്മാർത്ഥതയില്ല. കിട്ടുകയാണെങ്കിൽ എനിക്ക്, അല്ലെങ്കിൽ BJP ആയിക്കോട്ടെ എന്നാണ്. എനിക്ക് കിട്ടുകയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ BJP. ഈ കോൺഗ്രസ് നിൽക്കുന്നത് അതിൽ രാഹുൽ ഗാന്ധി പിരിയാന്ന് പറഞ്ഞ് ഗുജറാത്തിൽ നിങ്ങൾ BJP കൂടി പ്രവർത്തിക്കുന്നത് ഒരു AICC പ്രസിഡന്റായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലെ കോൺഗ്രസ്സുകാർ പറയണമെങ്കിൽ എത്ര ഗൗരവമാണത്. അപ്പോൾ ആത്മാർത്ഥതയില്ല. അവരുടെ സൈക്കോളജി ഇതാണ്. വേണം എനിക്ക് കിട്ടുകയാണെങ്കിൽ ഓക്കെ, BJP വേണ്ട, അല്ല എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ BJPയിലും കുഴപ്പമില്ല. അതാണ് അവരുടെ പോളിസി. കോൺഗ്രസ്സിൽ 10% നേതാക്കളെ പോളിസി അതാണ്. ഇപ്പോൾ ഏതെങ്കിലും സംശയിക്കാത്ത ആരാളുള്ളത്? ശശി തരൂർ സംശയമാണ്, സുധാകർ സംശയമാണ്, VD സതീഷ് സംശയമാണ്, മുരളി സംശയമാണ്, ഏത് കോൺഗ്രസ് സംശയം എല്ലാം അതെ. ഞാനിപ്പോൾ അങ്ങോട്ട് പോകും. അങ്ങനെ പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ ഒരിക്കൽ പോലും ഞാൻ അങ്ങോട്ട് പോകുമെന്ന് സാഹചര്യം ഒരുക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ നിർത്തിയതിൻ്റെ കോൺഗ്രസ്സിൽ പോയിക്കോട്ടെ നിൽക്കണം. ഇത് പേടിച്ചിട്ട് BJP പോകുന്നു പേടിച്ചിട്ട് നിർത്താണ്. എന്താ ആത്മാർത്ഥമായിട്ട്? ഒറ്റ കാര്യമായി ഈ അന്തോൻ്റെ ഭരണകാലത്തല്ലേ ഗുജറാത്തിലെ വകയിലെ പക്ക RSS വകയിൽ കൊടുന്ന് ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നേരെയാണ് ഇരിക്കുകയാണ്. അതൊരു പൊതുജന സ്വാഹ. ഞാനൊരു കേരളത്തിൽ ആലോചിച്ച് ഈ അന്തോണി മണ്ടനിലേക്ക് ആലോചിച്ച് നോക്കുക. 80 വയസ്സ് കഴിഞ്ഞ് അന്തോണി ഞാൻ കുറ്റം പറയാൻ പാടില്ല, അതിൽ പറയാതിരിക്കുക തന്നെയാണ്. അത്തരം മണ്ഡലത്തിലെ അബുൽ കലാം ആസാദിനെ പോലെ മഹാരഥന്മാരിരുന്ന് കസയുടെ മുകളിൽ പോയി കളിയുന്നത്. അബുൽ കലാം ആസാദ് ആരായത്? ആന്റണി ആരാണ്? അവ പറയാതിരിക്കാൻ പറ്റുമോ? അതായത് വകേല, ഗുജറാത്തിലെ വകേലെ കൊണ്ട് ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാക്കി. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി ഉരുവ് തരാൻ പറയാം. ഇവിടെ KPC പ്രസിഡന്റ് സുധീരൻ BJP ആണ്. സംഘപരിവാർ RSSന്റെ ഒരാളെ കൊടുന്ന് KPC പ്രസിഡന്റ് കഴിച്ചാൽ എങ്ങനെയിരിക്കും? ഇതുപോലും ചിന്തിക്കാൻ സോണിയാഗാന്ധിക്ക് പോയിട്ട് കഴിവില്ല, സമ്മതിച്ചു. ബുദ്ധിയിലെ കഴിവൊന്നുമില്ല. ഒരു സാധാരണ പെണ്ണ് ബാറിൽ വേണ്ട വെള്ളം അടിച്ചുകൊണ്ടാന്ന് പറഞ്ഞു. ബാറിലൊക്കെ സപ്ലൈ ചെയ്യുന്നാലേ വെറുതെ സപ്ലൈ ചെയ്ത ആളാണ്. അത്രയുള്ളൂ. അത്ര വിദ്യാഭ്യാസമുള്ളൂ. ഒരു ഇതുമില്ല. ശരിക്കും അവരുടെ ഭാഷ പോലും അറിയില്ല. പിന്നെ ഇംഗ്ലീഷായി പറയാം. പക്ഷെ അങ്ങനെ വകയിലെ നിർദ്ദേശം പറയണ്ടേ? അത് പാടില്ല മാഡം, അതൊന്നും ശരിയാവില്ല. കാരണം 50-60 വർഷക്കാലം കോൺഗ്രസ് വഴി പ്രവർത്തിച്ച ലക്ഷങ്ങളുള്ള ഗുജറാത്തിൽ ഇന്നലെ വന്ന വകയിൽ പോകേണ്ടത് KPC പ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റായിരുത്തി. ഇപ്പം തേണ്ടതാണ് മാരവനാണ് ഒരു ത്രിപുര വോട്ട് കൊടുക്കാൻ പോകുന്നത്. പിഷാരിക്ക് കൊടുക്കണമല്ല. എത്ര വോട്ടുണ്ട് പിഷാരിക്ക്? മറ്റിടത്ത് വാര്യർ. ഈ വാര്യർക്കും പിഷാരിക്കൊക്കെ കേരളത്തിൽ എത്ര വോട്ടുണ്ടോ? ആകെ 10% നായകസുള്ളൂ. അതിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവർക്ക് നിങ്ങൾ സീറ്റ് കൊടുക്കണം. ഞാൻ അതിൽ തെറ്റില്ല, പിഷാരി കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതുപോലെ മറ്റുള്ള വിഭാഗങ്ങൾക്ക് കൊടുക്കണം. അതുകൾ ചിന്തിക്കുന്നില്ല. ഇനി എല്ലാം പങ്കിട്ട് ഓരോ സീറ്റ് ഉറപ്പിച്ചതിന് ശേഷം 19 സീറ്റ് 20ാമത്തെ സീറ്റിൽ തള്ളി കയറ്റിയ പോലെയാണ് അസംബ്ലി ഇലക്ഷനിൽ നിന്ന് തീരുമാനിച്ചെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കും. ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ എന്ത് സമ്മതിക്കാത്ത? ജനസംഖ്യക്ക് ആനുപാതികമാണ്, ഒരു കുഴപ്പമില്ല. എല്ലാ ജാതി ബന്ധം നമുക്ക് യാതൊരു തടസ്സമില്ല. പക്ഷെ ജനസംഖ്യക്ക് ആനുപാതികമായിക്കണം. അവർ നീതിയാവുള്ളൂ. വോയിസ് ഓഫ് ജസ്റ്റിസ്, വോയിസ് ഫോർ വോയിസ്ലെസ്.
അത് കോൺഗ്രസ് കാണാതെ എല്ലാം ഫില്ല് ചെയ്യും. ഓരോ ഇപ്പോൾ സ്ഥാനത്ത് നിർണ്ണയം കഴിച്ചിരുന്നു, ഓരോ ഫില്ല് ചെയ്താ എന്നാൽ ശരി മുസ്ലിം ലീഗ് അത്ര ബാക്കി ഒരു 5-6 പേർക്ക് ആക്കാൻ പറക്കും. ആ പണിയൊന്നും വേണ്ട. ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് 40% ജനസംഖ്യയിൽ 140 സീറ്റ് മുസ്ലിം സമുദായത്തിന് കൊടുക്കും. അത് നിങ്ങൾ ആർക്ക് കൊടുക്കും നമ്മൾ പറയുന്നില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കൊടുക്കും, നോ പ്രോബ്ലം. ലീഗിന് കൊടുക്കുമോ മറ്റവർക്ക് കൊടുക്കുന്നത് ലീഗിന് കൊടുക്കുമോ അവർ കപ്പാസിറ്റി 3 കൊടുക്കാവുള്ളൂ. ലീഗിന് 20 സീറ്റ് കൊടുക്കുന്നത് കൂടുതൽ തന്നെയാണ്. അത്രയൊന്നും അർഹതയില്ല. അവർ 3 ബാക്കി കൊടുക്കേണ്ടത് മുസ്ലിം സമുദായത്തെ കോൺഗ്രസ്സുകാർക്കാണ്, അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കാണ്. അത് നിങ്ങൾ ചെയ്യണം. ഇപ്പം ഇതിനൊക്കെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ഒരു പാഠമല്ല, ഒരു മര്യാദക്ക് കൊണ്ടുവരാൻ. ഈ താപ്പാനയില്ലേ, താപ്പാനെ കൊണ്ട് കാട്ടാനെ മരിക്കുമ്പോഴേ ഞങ്ങളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നെ വേണ്ടി നിങ്ങൾ തല്ലിക്കൊന്നും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ ജീവിതം തീർന്നു. ഇനി ഈ ലോകത്ത് എനിക്ക് ജീവിതം ഒരാഗ്രഹമില്ല. തെറ്റായി ചെയ്യലും കിട്ടാനെല്ലാം കിട്ടി, പൊളയാണെല്ലാം പോയി. ഇനി ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എനിക്ക് ആഗ്രഹമില്ല. ഇത് ഞാൻ മരിക്കുന്നില്ല, ആത്മഹത്യ ചെയ്യില്ല, തന്നെ മരണമാണ്. ഞങ്ങൾ ഒരുമിച്ച് കാര്യമാണ് ഇന്ത്യൻ പൊളിറ്റിക്കൽ അലയൻസ്, ഇന്ത്യൻ രാഷ്ട്രീയ സഖ്യം. അത് ഞങ്ങൾ ആദ്യം ഇട്ടത് നാഷണൽ പൊളിറ്റിക്കൽ അലയൻസ് ആണ്, NPA ആയിരുന്നു. അപ്പോൾ അത് നോൺ പേയ്മെൻറ്റ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ജപ്തി ചെയ്ത വസ്തുക്കളൊക്കെ പോലെ അതൊരു നെഗറ്റീവ് മീനിങ് ആയിട്ട് അത് മാറ്റണമെന്ന് ആരോ പറഞ്ഞപ്പോൾ ഞങ്ങൾ സമ്മതിച്ചു, ഇന്ത്യൻ പൊളിറ്റിക്കൽ അലയൻസ് ആക്കി. ആ അലയൻസ് അതിൻ്റെ യോഗമാണ്, ആദ്യത്തെ യോഗമാണ് കേരള ഘടകത്തിൻ്റെ. ഏപ്രിൽ 6-ാം തീയതി ഞായറാഴ്ച 3 മണിക്ക് എടപ്പള്ളി ടോളിൽ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഹാളിൽ വെച്ച്. അതിൽ കേരളത്തിൽ 10-30 പ്രധാന ചെറു പാർട്ടികൾ, 3 മണി പെടാത്ത 10-30 പാർട്ടികളിലെ ഈ രണ്ട് പ്രതികൾ വെച്ച് വരുന്നുണ്ട്. തന്നെയല്ല 1 ലക്ഷത്തോളം സ്വതന്ത്രന്മാർ കേരളത്തിൽ ഓരോ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നുണ്ട് മിനിമം. അവരെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് കേരളത്തിൽ LDF മുന്നണിയിലുള്ള 3 പാർട്ടികൾ ഇല്ലാതെയാവുകയും മറ്റു 2 പാർട്ടിയിൽ നിന്ന് പുറത്താവുകയും ചെയ്യും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് വരും. ആ പാർട്ടി പേരൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അവരൊക്കെ അവസാനം ഞെട്ടറ്റാൽ താഴെ തുറമ്പിൽ അവരെല്ലാം നമ്മുടെ കൂടെ വരുന്നത്. അത് ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താൻ പോകുന്നു. കാര്യം വിഷയങ്ങൾ മാറിപ്പോയൊക്കെ സംശയമുണ്ട്. കാര്യം ഇന്നലെ പറഞ്ഞിരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നിസ്സാര വോട്ട് വ്യത്യാസത്തിലാണ് കേരളത്തിൽ LDF. പിന്നെ ഭരിക്കണി 71 വോട്ട് മതി, സീറ്റ് മതിയല്ലോ. 99 സീറ്റ് ഇപ്പോൾ LDFിനുണ്ട്. അപ്പോൾ ഈ ഒരു 3-4 വോട്ടിൻ്റെ പോരായിക, ഒരു 5% വോട്ട് പോരായിക മുസ്ലിം സമുദായത്തിൽ പോകുമ്പോൾ ഒരു 5% അവർ BJP കടമെടുക്കും. അതിനാണ് ഈ അടവ് നയം എന്ന് പറഞ്ഞത്. മുന്നണി ബന്ധമല്ല, അടവ് നയമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ അടുത്ത ഇലക്ഷൻ കൂടി LDFിന് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ അന്ധമായിട്ട് നമ്മൾ ഉറപ്പ് പറയല്ല, സാധ്യം മാത്രമേ ഉള്ളൂ. കാരണം 99 സീറ്റ് വേണ്ടല്ലോ, 70 സീറ്റ് ഭരിക്കാൻ. അങ്ങനെയൊക്കെയുള്ള കാലത്താണ് ഇവിടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി തർക്കം ഉണ്ടാക്കുന്നത്. എന്ത് ന്യായം നോക്കി. കോൺഗ്രസിന് ഇത്രയും കാലം നിന്ന് കൂടെ നിന്ന് എല്ലാ ആനുകൂല്യം പറ്റി അവസാനം മകനെ നേർച്ചുകോടിയായിട്ട് BJPക്ക് വിട്ടുകൊടുത്ത് KV തോമസാണ് BJP പോകാതെ പകരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തപ്പോൾ അവിടെ ആ തെറ്റ് തീർന്ന് ന്യൂനത തീർന്ന് കോൺഗ്രസിൽ പോയില്ലോ. അങ്ങനെയൊക്കെ അധികാരത്തിൻ്റെ പുറകിൽ മാത്രം പോകുന്ന ഈ നേതാക്കളെ വെച്ചുകൊണ്ട്, അതാണ് കരുണാനിധി പറഞ്ഞത്. കോൺഗ്രസ് സോണിയാഗാന്ധിയുടെ ഭരണകാലത്ത് സോണിയാഗാന്ധിക്ക് 10 പ്രധാനപ്പെട്ട ആൾക്കാരിൽ ഗുലാം നബി ആസാദ്, ഇത് ഗാർഗിയും കഴിഞ്ഞ ബാക്കി 8 പേരും ഈ 2% ക്രിസ്ത്യൻ സമുദായത്തായിരുന്നു. ക്രിസ്ത്യൻ സമുദായത്തിൽ കൊടുക്കണം നമ്മൾ കുറ്റമില്ല, പക്ഷേ നീതി ലഭിക്കണ്ടേ? ഇത് രാഹുൽ ഗാന്ധി, പിന്നെ അന്ന് പ്രിയങ്ക വന്നിട്ടില്ല, രാഹുൽ ഗാന്ധി, സോണിയ, ഇവിടെ ആന്റണി, KV തോമസ്, അങ്ങനെയുള്ള PC ചാക്കോൽപ്പടി, ഈ ടീമിൽ ആരെങ്കിലും ഇന്ന് കോൺഗ്രസിലുണ്ടോ? ആന്റണി നിർത്തിയോ പോയി, തോമസ് പോയി, മറ്റേ തിരുവല്ലക്കാരൻ പോയി, പിന്നെ PC ചാക്കോ പോയി, പിന്നെ മലയാളം അറിയാൻ പാടില്ലാത്ത ആളുണ്ടല്ലോ തൃശ്ശൂർക്കാരുണ്ട്, അദ്ദേഹം പോയി. ഈ 8 പേരിൽ ഈ 3 പേര് ബാക്കി 5 പേരും പോയി BJPക്ക്. ഈ കുര്യനൊക്കെ അവിടെ ഇരുന്നിട്ട് എന്താ ചെയ്തറിയോ? BJPക്ക് വേണ്ടിയായിരുന്നു വാദിച്ചുകൊണ്ടിരുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ കഴിയുമ്പോൾ അവർക്ക് കൂടുതൽ സമയം ഒതുക്കി അവരായിട്ട് ആണ് ഇടപെടൽ മുഴുവൻ. അവർക്കിട്ട് അറിയാം ഇത് വിട്ടാൽ അവിടെ വേടുന്നു. അങ്ങനെയുള്ള 2% ജനസംഖ്യയുള്ള ക്രിസ്ത്യൻ സമുദായം. ഇപ്പം ഞാനിതൊക്കെ പറയുകയാണെങ്കിൽ ഈ കാശ ഉരുട്ടി കൊണ്ടുവന്നിട്ട് അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം വേണ്ടിയിട്ടുണ്ടോ? നമ്മുടെ സഹോദര സമുദായമാണ്, ഞങ്ങളുടെ സമുദായത്തെക്കുള്ള ഞാൻ ബഹുമാനിച്ചിട്ടാണ് ക്രിസ്ത്യൻ സമുദായത്തെ. ഇപ്പോഴും ബഹുമാനക്കുറവില്ല. എങ്കിൽ ഇതൊക്കെ പറഞ്ഞില്ലെങ്കിലല്ലോ ഞങ്ങൾ മണ്ടിനാ തോന്നും. അപ്പോൾ ഇങ്ങനെ വന്ന്
ഇപ്പോൾ കാർഷികയൊക്കെ പറയും, കാർഷിക ആകെ 16% വോട്ടാണ് കേരളത്തിൽ ക്രിസ്ത്യാനികൾക്കുള്ളത്. 6% ആരാണ്? കൺവെർട്ട് ക്രിസ്ത്യാണ്. അതൊന്നും കണക്കിൽ വരുന്നില്ല. ബാക്കി 10%. ഈ 10%-ൻ്റെ 50% കോൺഗ്രസ്, അതായത് കത്തോലിക്ക കോൺഗ്രസ് ഓടി ഉള്ളപ്പോൾ അവർ പോകും. പ്രത്യേകിച്ച് കത്തോലിക്ക പോകാതിരിക്കാൻ പറ്റില്ല. ബാക്കി 5%, 3% LDF തന്നെ പോകും. അതൊന്നും കാശ് കൊണ്ട് ചെയ്യാൻ. പിന്നെ ആകെ കമ്മ്യൂണിസ്റ്റ് ഹിന്ദുക്കളും ക്രിസ്ത്യാനി യോജിച്ച് എന്ന് പറഞ്ഞാൽ ABC ചാനലൊക്കെ പറയുന്നത് ആകെ കിട്ടാവുന്ന വോട്ട് 2%. ഇനി പരസ്യമായി ധാരണ വന്നാൽ പോലും ഈ 2% ഇട്ടുകൊണ്ട് BJP ജയിക്കാൻ പറ്റുമോ? അതൊന്നും ചിന്തിക്കില്ല. അത് മൊത്തം 20% ഉണ്ട്. 20% മൊത്തം നമുക്ക് അനുകൂലമാണ്. അപ്പോൾ തൃശ്ശൂർ ജയിച്ച് അത് കാലുവാരുണ്ട്. കോൺഗ്രസ് വോട്ടുകൾ വാങ്ങിച്ച് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ കാലുവാരി വോട്ട് ചെയ്ത് നേമത്തിയതുപോലെ. നേമത്ത് കോൺഗ്രസിന് വാദിക്കാൻ ബൂത്തിരിക്കാൻ പോലും ആണ്ടായില്ലെന്ന് രാജഗോപാൽ സമയത്ത്. കോടിക്ക് രൂപയുടെ വേഴിയും തുറമുഖത്തിന് അനുവദിച്ച ഫണ്ട് ചെയ്ത് കോടിക്ക് രൂപയുടെ ഈ പറഞ്ഞ ബാബും ഈ പിന്നെ ഉമ്മൻചാണ്ടിയൊക്കെ വാങ്ങിച്ച് കോടിക്കണക്ക് ഒത്തണില്ല. എന്നിട്ട് ഞങ്ങൾ ഒരു സീറ്റ് കിട്ടണം. BJP പറഞ്ഞതാണ് ഒരു സീറ്റ് കിട്ടുവാണ് കേരളത്തിൽ കിട്ടണം. ടെനി കോസ്റ്റ് എന്ത് വില കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ കോടികൾ കൊടുത്ത് അതാണ് തൃശ്ശൂർ. കോടികൾ മറഞ്ഞു, ഒരു സീറ്റ് കിട്ടി. പക്ഷെ അതുകൊണ്ട് BJP ഗുണമില്ലാതെ ചെയ്യിപ്പി, അത് വേറെ കാര്യം. അപ്പം അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ തമ്മിത്തല്ലി ഒരു കാല് പുറത്തും ഒരു കാല് അകത്തും വെച്ച പ്രവർത്തിച്ചപ്പോഴല്ല, നിങ്ങൾ വർക്ക് ചെയ്ത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായ ആൾക്കാർ നിർത്തി ഇപ്പോഴേ പോലെ സ്ഥാനാർത്ഥി നിർത്തി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് പ്രതീക്ഷ വകയുണ്ട്. ഇല്ലെങ്കിൽ 3ാമത് സീറ്റും പ്രാവശ്യം പോകും. അതോടുകൂടി UDF തീർന്ന് ഈ 3ാമത് പ്രാവശ്യം LDF കിട്ടും. അത് LDF തീർന്നു. പിന്നെ BJP മാത്രവും. അപ്പോൾ BJP മാത്രം മതി കേരളത്തിൽ എന്ന് നിങ്ങൾ തീരുമാനിച്ചോ. ജനവിധി തീരുമാനിച്ചാൽ നമുക്ക് അനുഗ്രഹിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പം BJP വിരുദ്ധം അതിനും കാര്യമില്ല. കാരണം രാജ്യം ഭരിക്കുന്ന കക്ഷിയാണെന്ന് BJP അല്ലെങ്കിൽ സംഘപരിവാർ. രാജ്യം ഭരിക്കുന്ന കക്ഷി നിങ്ങൾ എതിർത്തിട്ട് എന്താ കാര്യം? അത് ഈ മണ്ടന്മാരെ പോപ്പുലർ ഫണ്ടുകാർക്കോ അല്ലെങ്കിൽ ലീഗൽ ചിലർക്ക് മുസ്ലിങ്ങൾ ചിലർക്ക് മനസ്സിലാകുന്നുണ്ടോ? രാജ്യം ഭരിക്കുന്ന കക്ഷിയാണ് RSS അല്ലെങ്കിൽ സംഘപരിവാർ എങ്കിൽ അല്ലെങ്കിൽ BJP എങ്കിൽ അവർ നിങ്ങൾ എതിർത്തതല്ലേ? അവർ ജനാധിപത്യ രീതിയിൽ താഴെ ഇറക്കാൻ നോക്കുക. അത് കുഴപ്പമില്ല. 2 കക്ഷി എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ. അല്ലാതെ വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പിന്നെ ബസ് വരുമ്പോൾ തുണി പൊക്കി കാണിച്ചിട്ടൊന്നും കാര്യമില്ല. കാര്യങ്ങളായി നടക്കണം. വസ്തുക്കൾ നിവേദിക്കണം. സത്യമാണ്. സത്യം കണ്ട് കണ്ണടച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാം യാഥാർത്ഥ്യത്തോടെ മുന്നോട്ട് പോയി പ്രവർത്തിക്കണം. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളെ നിങ്ങൾക്ക് ആത്മാർത്ഥ്യമുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു നിർത്തിയേക്കാം. ഈ ശശി തരൂരിനെ സ്ഥാനത്ത് ഉറപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം പാടുപെടുന്നുണ്ട്. അതേ സ്ഥാനത്ത് 20% വരുന്ന ഈ സമുദായത്തിൽ നിങ്ങൾ കോൺഗ്രസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ദേശീയതയിൽ ഞാൻ പറഞ്ഞല്ലോ, 8% സ്വത്തുണ്ടായത് 1% താഴെയായി. പിന്നെ എത്ര ലക്ഷം സ്വത്ത് ഉള്ളത്, ജോലിയിൽ എവിടെ എന്നൊക്കെ പറയുന്നത്, സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്തിട്ടും 100ഓളം മുസ്ലിം MPമാരുടെ കോൺഗ്രസ് ഇന്ന് എന്ത് പറ്റി? 12 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് ഇന്ന് എന്ത് പറ്റി? അതൊക്കെ കാരണം ഈ ഉമ്മൻചാണ്ടി അല്ല, പിന്നെ ഈ ആന്റണിയല്ലേ 10-40 വർഷം ഇന്ദിരാഗാന്ധി ശേഷം അവിടെ നിന്ന് പോയി ഇരുന്നത്. ആരുടെ ഇന്നും കാക്കാമ്പർ വോട്ട് കിട്ടി. ആരുടെ നിങ്ങളെ നഗ്നത മറക്കാൻ വേണ്ടി 2 ചിഹ്നം കിട്ടിയതുപോലെ നിങ്ങളെ തിരുവരങ്ങാടിൽ നിന്ന് ജയിപ്പിച്ചെടുത്ത് ആരുടെ നന്ദി പോലും നിങ്ങൾ കാണിച്ചില്ലല്ലോ. CH മുമ്പേ മുഖ്യമന്ത്രിയായിട്ട് എത്ര ദിവസം ഇരുത്തി നിങ്ങൾ കാലുവാരിയാൽ താഴെ ഇറക്കിയില്ലേ? നിങ്ങളൊക്കെയാണ് വലിയ വർഗീയവാദികൾ. പക്ഷേ പറയുമെന്താണ് പുണ്യവാളൻ എന്ന് പറയും. അത് ഞങ്ങൾ പുതിയ പേരാണ് ആൾദൈവം, രാഷ്ട്രീയ ആൾദൈവം എന്നുള്ളത്. മറ്റ് സാംസ്കാരികത്തെ ആത്മീയ ആൾദൈവങ്ങൾ, ഇത് രാഷ്ട്രീയ ആൾദൈവമാണ്. ആ രാഷ്ട്രീയ ആൾദൈവമൊന്നും ഇനി വില പോകില്ല കേട്ടോ. നിങ്ങൾ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇനി അവസരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരാൾ നന്ദി. ജയ് ഹിന്ദ്.